ഹലോ, എന്താ? ഗുഡ് മോർണിംഗ്. ഒരു നല്ല സ്വപ്നം കൂടി കാണാൻ സമ്മതിക്കില്ല. ഇന്നലെ പാതയപ്പഴം കണ്ടോണ്ടിരുന്നപ്പോഴേ ഞാൻ വിചാരിച്ചതാ. മതി കോഴി കൂവിയത്. നാളെ വേണ്ടല്ലേ, ക്ഷീണിച്ചു പോവും. ഇന്ന് എന്തായാലും 1 മണിക്കൂർ തികച്ചും വേണം. പവർ കട്ട് ഇതിപ്പോ പതിവായിരിക്കാണല്ലോ. ബ്രാഹ്മമുഹൂർത്തത്തിൽ സാധകം ചെയ്യാന്ന് വെച്ചാ അത് സമ്മതിക്കില്ല. കാസറ്റ് വാങ്ങിയപ്പോ ഒരു ജനറേറ്റർ കൂടി വാങ്ങേണ്ടിയിരുന്നു. പേപ്പർ എടുക്കാൻ പറ്റേ? എന്താ ഇന്ന് വെള്ളിയാഴ്ചയല്ലേ? അതുകൊണ്ട് ഡ്യൂട്ടി ആർക്കാ? എന്റെ ഡ്യൂട്ടി അല്ലേ? സോറി, മറന്നു. മറക്കും. ഇതിനെ ആയിരിക്കും ദുഃഖ വെള്ളിയാഴ്ച എന്ന് പറയുന്നത്. ഞായറാഴ്ച ഞാൻ ഉയർത്ത് എഴുന്നേൽക്കും. ഇന്ന് റിഡക്ഷൻ സെയിലൊന്നും ഇല്ലേ? ആഹാ, ഒരു നിലവിളക്ക് വാങ്ങിയാൽ 1 മണി ഫ്രീ. മണിയോ? ഓ, കൈമണി. ഒരു ഉരുളി വാങ്ങിയാൽ 1 കിണ്ടി ഫ്രീ. കൊച്ചന്നായിട്ടൊന്ന് പോണം. പറയുന്നതിന് മുമ്പ് എത്തിയല്ലോ. എന്നതാ സുലോചനെ രാവിലെ പിറവിറുക്കുന്നേ? ഇത് കണ്ടോ, പുത്തിരിക്കണ്ട മൈതാനത്തിൽ ഓട്ടുപാത്രത്തിന് റിഡക്ഷൻ സെയിൽ. ഓ, ഓട്ടുപാത്രമൊക്കെ ആർക്ക് വേണം? തുടച്ച് വൃത്തിയായി സൂക്ഷിച്ചില്ലെങ്കിലേ ക്ലാവ് പിടിച്ച് കാടിക്കലത്തേക്കാ കോലം കെടും. അത് നല്ലതാ കൊച്ചന്നെ. തറവാട്ടില് പണ്ട് കാരണവന്മാർ ഉപയോഗിച്ചോണ്ടിരുന്നതാ. 10-200 വർഷത്തെ പഴക്കമുള്ളന്നൊക്കെ നമുക്ക് തട്ടിവിടാലോ. അതുള്ളതാ. എന്നതാ വിശ്വനാഥ് സാറേ? ഓ, ഇന്ന് സാറിന്റെ ഡ്യൂട്ടിയാണല്ലയോ? പാർലമെന്റിൽ പോലും വനിതകൾക്ക് 33% സംവരണമെങ്കിലും വേണമെന്ന് പറഞ്ഞാൽ ബഹളം. ഇവിടെ ഞാൻ 50% സംവരണം കൊടുത്തിട്ട് ആരറിയുന്നു? പക്ഷേ അവിടെ 0%. തോമാച്ചായന്റെ അടുത്ത് അതൊന്നും ചെലവാകുകയല്ല. കാപ്പി കയ്യിലോട്ട് കൊണ്ട് കൊടുത്താലേ രാവിലെ ആദ്യം എഴുന്നേക്കൂ. പിന്നല്ലേ അടുക്കളയിലോട്ട് കയറല്. സ്നേഹമുള്ള ഭർത്താക്കന്മാർ ഇങ്ങനെയാ ഇല്ലേ വിശേട്ടാ? സ്നേഹം ഏതോ ദുർബല നിമിഷത്തില് നിർബന്ധിച്ചപ്പോ സമ്മതിച്ചു പോയതാ. എന്നാ ഞാൻ ചെല്ലട്ടെ, അടുക്കളയിൽ ഒത്തിരി പണിയുണ്ട്. ഇതാ ഇച്ചിരി കേക്കാ, പിള്ളേർക്ക് കൊടുക്ക. ഒന്ന് നിന്ന്. കൊച്ചെന്നെ നിന്നോണ്ടാ ഞാനൊന്നും പറയാത്തെ. എന്താ പറഞ്ഞേ? ഏതോ ഒരു ദുർബല നിമിഷത്തിൽ ഞാൻ സമ്മതിപ്പിച്ചാണെന്നോ? ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ലല്ലോ. പറഞ്ഞില്ല, പക്ഷെ വിചാരിച്ചു. കല്യാണം കഴിച്ചെടുക്ക എന്തൊരു പുന്നാരമായിരുന്നു. അപ്പൊ ഇങ്ങോട്ട് തന്നെ പറഞ്ഞതാ, നമ്മുടെ വീടിന്റെ ഉത്തരവാദിത്തം നമുക്ക് 2 പേർക്ക് മാത്രമുള്ളതാണ്. എല്ലാ ജോലിയും നമ്മൾ 2 പേരും തുല്യമായി വീതിച്ച് ചെയ്യുന്നതാണ്. ഇതൊക്കെ പണ്ട് പറഞ്ഞുണ്ടാക്കി ടൈം ടേബിൾ അല്ലേ? ആ പത്രം ഇങ്ങോട്ട് തന്നെ. പത്രമൊക്കെ പിന്നെ ആദ്യം പിള്ളേരെ എഴുന്നേപ്പിച്ച് പല്ല് തേപ്പിക്കാൻ നോക്ക്. ടൈം ടേബിൾ എന്റെ അമ്മ ഇവിടെ താമസിക്കാതിരിക്കാൻ നീ എടുത്ത അടവ്. അമ്മയെ മാറ്റി താമസിപ്പിക്കാൻ ഞാൻ പറഞ്ഞോ? അങ്ങനെ നീ പറഞ്ഞെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. സത്യം അതല്ലല്ലോ. ഭയങ്കരി അതും പിടിച്ചെടുത്ത.
ഭയങ്കര എന്നല്ല പ്രിയങ്കരി എന്നാ ഭായും പ്രിയും തിരിച്ചറിഞ്ഞൂടെ